സർക്കാർ ജീവനക്കാരുടെ സ്വത്ത് വിവരങ്ങൾ ശേഖരിക്കുന്നത് കർശനമാക്കുമെന്ന് സർക്കാർ. സ്വത്ത് വിവരങ്ങൾ നൽകാത്തവർക്കെതിരെ ശക്തമായ നടപടി. സ്വത്ത് വിവരങ്ങൾ കൃത്യമാണോ എന്ന് പരിശോധിക്കും. വിജിലൻസ് റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് വിവരശേഖരണം കർശനമായി നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ജനം ബ്രേക്കിംഗ്. നിലവിലെ സാഹചര്യത്തിൽ ഹെഡ്കോയിൽ നിന്നും വായ്പയെടുക്കാൻ സർക്കാരിന് സാധിക്കില്ല. 64 ലക്ഷം ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കൾക്ക് പെൻഷൻ നൽകി തീർക്കാൻ ഏകദേശം 900 കോടിയോളം രൂപ എല്ലാ മാസവും സർക്കാരിന് ആവശ്യമുണ്ട്. കഴിഞ്ഞ 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് എല്ലാവരിലേക്കും എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുമില്ല. ബാങ്ക് വഴി പെൻഷൻ കിട്ടുന്നവർക്ക് പണം ആദ്യമേ ലഭിക്കുമെങ്കിലും വീടുകളിൽ എത്തുന്നവർക്ക് മാസത്തിന്റെ അവസാനമാണ് പെൻഷൻ തുക എത്തിയിരുന്നത്. സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ നിലവിലെ കുടിശ്ശികകൾ തീർക്കാതെ 1 മാസത്തെ പെൻഷൻ മാത്രം നൽകി മുന്നോട്ടു പോകാമെന്നാണ് നിലവിൽ ധനവകുപ്പിന്റെ തീരുമാനം. ഇനി കുടിശ്ശിക തീർക്കണമെങ്കിൽ 4500 കോടി രൂപ അധികമായി കടമെടുക്കേണ്ടി വരും. ഇതും ധനവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അധിക ബാധ്യതയെന്നാണ് വിലയിരുത്തൽ. റവന്യൂ വരുമാനം പിരിച്ചെടുക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയിട്ടുണ്ട്. നിലവിൽ ഓണം മുതൽ നവംബർ വരെയുള്ള മാസത്തെ പെൻഷൻ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. പെൻഷൻ പദ്ധതിയിലെ തട്ടിപ്പ് കൂടി പുറത്തു വന്നതോടെ സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലായി. ഈ നാണക്കേട് മറികടക്കാൻ പോലും സർക്കാരിന്റെ ഖജനാവിൽ പണമില്ല എന്നത് വ്യക്തം. ജനം, തിരുവനന്തപുരം.